കാക്കയങ്ങാടിൻ്റെ സാമൂഹിക സാംസ്കാരിക വ്യാപാര രംഗങ്ങളിൽ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചേംബർ ഓഫ് കാക്കയങ്ങാട് എന്ന സംഘടന രൂപം കൊണ്ടത്. കാക്കയങ്ങാട് ഈ വർഷത്തെ ഓണനാളുകളെ ഉത്സവത്തിൻ്റെ പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് സമീപ പ്രദേശങ്ങളിൽ നിന്നും ഉപഭോക്താക്കളെ കാക്കയങ്ങാട് ടൗണിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം ഓണനാളുകളിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു വ്യാപാരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം കണക്കിലെടുത്ത് ഓഗസ്റ്റ് 15 മുതൽ 26 വരെ കാക്കയങ്ങാടുള്ള കടകളിൽ നിന്ന് സാധനം വാങ്ങുന്നവർക്ക് സമ്മാന കൂപ്പണുകൾ നൽകിക്കൊണ്ടുള്ള വ്യാപാരോത്സവം നടക്കുകയാണ്. കച്ചവടങ്ങളുടെ സ്വഭാവം അനുസരിച്ച് പരിധി നിശ്ചയിച്ചുകൊണ്ട് തികച്ചും സൗജന്യമായാണ് സമ്മാന കൂപ്പണുകൾ വ്യാപാരികൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. നിരവധി സമ്മാനങ്ങൾ നൽകുമെന്നും കൂപ്പണുകളുടെ വിതരണോദ്ഘാടനം ഓഗസ്റ്റ് 14 രാവിലെ 11 മണിക്ക് മുഴക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജാഫർ നെല്ലൂർ നിർവഹിക്കുമെന്നും സംഘാടകർ ഇരട്ടിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വ്യാപാരോത്സവം 2026 എന്ന നിലയിൽ വിപുലമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാക്കയങ്ങാടും സമീപ പ്രദേശങ്ങളിലുമുള്ള ഉപഭോക്താക്കളെ കാക്കയങ്ങാട് പട്ടണത്തിലേക്ക് ആകർഷിക്കുന്ന വിധത്തിൽ ഒട്ടനവധി ആകർഷകമായ സമ്മാനങ്ങളും നൽകിക്കൊണ്ട് ഈ വർഷത്തെ പൊന്നോണ നാളുകളിൽ കാക്കയങ്ങാട് പട്ടണത്തിൽ വ്യാപാര മേഖലയെ മെച്ചപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വ്യാപാരോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആഗസ്റ്റ് മാസം 15-ാം തീയതി മുതൽ 26-ാം തീയതി വരെ കാക്കയങ്ങാടുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും നിശ്ചിത തുകയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നവർക്ക് സമ്മാന കൂപ്പണുകൾ നൽകിക്കൊണ്ട് മെഗാ നറുക്കെടുപ്പ് സെപ്റ്റംബർ 2-ാം തീയതി കാക്കയങ്ങാട് വെച്ച് നടത്തുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഈ സംരംഭവുമായി സഹകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്ത കാക്കയങ്ങാടുള്ള ഒട്ടനവധി സ്ഥാപനങ്ങൾ, അതിൽ ഒന്നാം സമ്മാനമായി 42-ഇഞ്ച് LED TV, അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാക്കയങ്ങാടുള്ള ഗോപാൽ ഫ്യൂവൽസ് ആണ്. അതുപോലെ തന്നെ 2-ാം സമ്മാനം ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് വ്യാപാര വ്യവസായ ഏകോപന സമിതി കാക്കയങ്ങാട് യൂണിറ്റാണ്. 3-ാം സമ്മാനമായ മിക്സർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേരാവൂർ ഫാമിലി കളക്ഷൻസ് ആണ്. സംഘാടക സമിതി ചെയർമാൻ KK രാജീവൻ, വൈസ് ചെയർമാൻ സിനോജ്, കൺവീനർ N പുരുഷോത്തമൻ, ജോയിന്റ് കൺവീനർ K ദിനേശൻ, ട്രഷറർ അനൂപ് അളോറ, ശശിധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ്, ഇരട്ടി.